ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുംതാങ് ഡെസേർട്ടാണ്, തുർപ്പനിലെ കുംതാങ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 RMB ആണ് നോർമൽ എൻട്രി ഫീസ്. ബട്ട് സ്റ്റുഡൻസ് ഡിസ്കൗണ്ടിൽ നമുക്ക് 15 RMBക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നടന്ന് കയറാൻ പോവാണ് ഈ ഡെസേർട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡെസേർട്ടിലോട്ട് പോവാം. മണലാരണ്യത്തെ ഫ്രീക്കൻ അമ്മച്ചിമാരാണ്. ഞാനപ്പോൾ കുറച്ച് കുംതാങ് ഡെസേർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തുർപ്പൻ ടൗണിൽ നിന്നും ഏകദേശം ഒരു 90 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡെസേർട്ടിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ സിൽക്ക് ലൈക്ക് സാൻഡ് എന്നാണ് ഇവിടുത്തെ ഒരു സാൻഡിനെ അവർ പറയുന്നത്. അതുകൂടാതെ ഈ ഒരു സാൻഡ് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഒരു സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടുത്തെ സാൻഡിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയുള്ള വീഡിയോയിൽ കാണാം. போஸ் கொடுத்துருக்கா கீர்த்தி. ஹாய் சொல்லுங்க கீர்த்தி. ஹலோ गाइस. நெல்லு புஜ்ஜி, நம்மட புஜ்ஜி, ஹீரோ புஜ்ஜி. சுலே மகா बोली मगाउन. देंगी वो जो पेंग्यो लाइला 我的朋友来了，我们一起去。好的 OK。നമ്മളൊരു ടിക്കറ്റ് എടുത്തു. 15 RMB സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്കിവിടെ ബസ് അവൈലബിൾ ആണ് മുകളിലോട്ട് പോകാനായിട്ട്. ആ ബസ്സിൽ പോവാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെ നമ്മളെ കൊണ്ടുപോകും ബസ്സിൽ. അതും നമുക്ക് സ്റ്റുഡൻറ് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 15 RMB കൊടുത്താൽ മതി. അതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഇവിടുന്ന് ഈ ചേച്ചി എടുത്തു തരും. ബസ്സിൽ നമ്മൾ കയറാൻ പോവാണെങ്കിൽ ഈ ഒരു യെല്ലോ ബസ്സിലാണ്. നല്ല വൈബുള്ള ബസ്സാണ്. ഇൻട്രൊഡ്യൂസ് பண்ண எல்லாரையும். ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. നമ്മൾ എല്ലാരും കൂടിയാണ് ട്രിപ്പ് വന്നിരിക്കുന്നത്. ഷോ ഹായ്. ഹലോ സുഹാസ്. ഒരു എത്ര ഡിഗ്രി ഉണ്ടാവും ഇപ്പോഴത്തെ ടെമ്പറേച്ചർ? 14 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ ഇത്ര ഡെസേർട്ട് ആയിട്ട് കൂടി അവിടെ എല്ലാം സ്റ്റിൽ സ്നോ കവേർഡാണ്. അത്ര കവേർഡ് അല്ല, എന്നാലും ശകരമൊക്കെ കവേർഡാണ്. കുംതാങ് ഡെസേർട്ടിന്റെ ഉള്ളിൽ എൻട്രി ആയി. ഈ മണൽത്തരികളൊക്കെ നമ്മുടെ കുംതാങ് ഡെസേർട്ടിലാണ്. ടണ്ടടാങ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കുംതാങ് ഡെസേർട്ട് സിനിക് അട്രാക്ഷൻ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും വാസ്റ്റ് ഏരിയയിലാണ് ഈ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാലേ നമുക്ക് അറിയാലോ. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറെ അഡ്വഞ്ചർ സ്പോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ടൈം ലിമിറ്റ് കാരണം ഞാൻ അധികം ഒന്നിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് പോക ഓരോരോ കാര്യങ്ങൾ കാണാം. ഇതിങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മള് സീലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലിങ്ങനെ കുഴിഞ്ഞു പോകത്തില്ലേ, ആ ഒരു സെയിം ഫീലാണ്. ഭയങ്കര ഫൈൻ സാൻഡാണ് ഇവിടുത്തെ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും റൂമിൽ പോകുമ്പോൾ കുറച്ച് ഇവിടുത്തെ സാൻഡൊക്കെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് കേട്ടോ. കേരള ഭയങ്കര പാടാ. ഇതിങ്ങനെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വെള്ളമോ ഒന്നുമില്ല. ടയേർഡ് ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് ക്യാമ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഐസ് സ്കേറ്റിംഗ് ചെയ്തില്ലേ, അതേപോലെ
ഡെസേർട്ട് സ്കേറ്റിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ അതോ ആ കാണുന്ന സംഭവമാണ് ചെറിയ പിള്ളേരെയൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റംസ്. ഓ അണച്ചു. പിന്നെ നമ്മള് ചെരുപ്പ് ഊരി നടക്കുവാണ് കേട്ടോ. കൂട്ടനോടെ നോക്കി നല്ല വൈറ്റ് കളർ ഒരു പട്ടിക്കുട്ട ചക്കുട്ടിങ്ങ വന്നേ. ഓടിയാടാ. നല്ല ഭയങ്കര ബേബിയാണത്. അല്ലെങ്കിൽ ചൈനയിലെ ഇതേപോലത്തെ നായക്കുട്ടികളൊക്കെ കാണാൻ സൂപ്പർ ഭംഗിയാ. എടാ ഇരിക്കാടാ കുറച്ചു നേരം. ക്ഷീണിച്ചു വാ, കുറച്ചു നേരം നമുക്ക് ഇരിക്കാം. ഇവരൊക്കെ റണ്ണിങ് റേസ് ഒക്കെ വെച്ച് അയ്യോ നോക്കി ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാലിൽ കൊള്ളാണ്ട് നോക്കണം. ബിയർ ബോട്ടിൽസ് വേണ്ടോ. നമ്മുടെ തിരമാല കാലിൽ വന്ന് വീഴുന്ന പോലെയാ ഈ സംഭവം ഉള്ളിലോട്ട് പോകുന്നത്. പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ് ഉള്ളിൽ. മേ ബി അത് കാരണമായിരിക്കും ഡെസേർട്ടിലൊക്കെ നൈറ്റ് ടൈം നൈറ്റ് ടൈം നല്ല തണുപ്പാന്ന് കേൾക്കാറില്ലേ. മേ ബി അതുകൊണ്ടായിരിക്കും. ആ ഒരു സാൻഡ് ഹീറ്റായത് മാറിക്കഴിഞ്ഞാൽ അത് ഫുള്ള് തണുപ്പാണ് ഗായ്സ്. അയ്യോ എന്നെ കൊണ്ടുവയ്യ. ഉയ്ഗുർ ലാംഗ്വേജിൽ കും മീൻസ് സാൻഡ് എന്നും താഗ് മീൻസ് മൗണ്ടെയിൻ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുംതാങ് ഡെസേർട്ടിൻ്റെ ഒരു മീനിങ് വന്നിട്ട് സാൻഡ് മൗണ്ടെയിൻ ഡെസേർട്ട് എന്നാണ്. ഈ ഒരു കുംതാങ് ഡെസേർട്ട് ഏകദേശം 62 കിലോമീറ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. അതായത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സ് വൈഡുമാണ് ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഡെസേർട്ട് ഫസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഹാൻ ഡൈനാസ്റ്റിയുടെ ടൈമിലാണ്. അതായത് 220 BD ടു 220 AD ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഡെസേർട്ട് ഇത്രയും ഇതിലായിട്ട് ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുവാണ്. അതോ ആ ടോപ്പിലാണ് നമ്മൾ ഇത്രയും ദൂരത്തോട്ട് വന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാറ്റാ. Bye. ഇത് വേണം സ്റ്റോപ്പ്. അത് എടുത്തിട്ട് പോവാங்க. ഇത് നമ്മുടെ മണലാരണ്യത്തെ ഫ്രീക്കൻ അമ്മച്ചിമാരാണ്. അമ്മച്ചിമാർ സലാം.
വെച്ചതോ കാമിനി മന്ദാരം കാറ്റിനെ അങ്ങനെ നമ്മുടെ കുംതാങ് ഡെസേർട്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡെസേർട്ട് സാൻഡും കയ്യിലെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുംതാങ് വ്ലോഗ് ഇവിടെ തീരുവാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചിലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ ഞാനല്ലേ. നിന്റെ മാറിലെ മായ